മറ്റൊരു വാർത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം മത്സരിക്കും. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാമനാഥപുരത്ത് നിന്നാകും മത്സരിക്കുക. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അനുജ, ഇന്നലെയാണ് NDA സഖ്യത്തിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ആ വിഭജനം പൂർത്തിയാക്കുമ്പോൾ 39 സീറ്റുകൾ തമിഴ്നാട്ടിലും 1 സീറ്റ് പുതുച്ചേരിയിലും അങ്ങനെ കൃത്യമായി തന്നെ വിഭജിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ OPS-ന് സീറ്റില്ല, ഒ പനീർശെൽവത്തിന് സീറ്റില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് വീണ്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാമനാഥപുരത്ത് നിന്ന് NDA-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഒ പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക, അതുപോലെ തന്നെ സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, NDA സഖ്യത്തിൽ ചെറുകിട പാർട്ടികൾക്കെല്ലാം തന്നെ അവർക്ക് ചിഹ്നം എന്ന് പറയുന്നത് ഈ താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നുള്ള നിബന്ധന NDA വെച്ചിട്ടുണ്ട്. അത് അതേപോലെയാണ് ചെറിയ പാർട്ടികളെല്ലാം തന്നെ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒ പനീർശെൽവം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തന്റെ അണികൾക്ക്, അതായത് തന്റെ ഒപ്പമുള്ള അണികൾക്ക് അവരുടെ കരുത്ത് തെളിയിക്കാൻ ഒരു സീറ്റിൽ ഞങ്ങൾ വിജയിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സീറ്റിൽ മത്സരിച്ചേ മതിയാകൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാമനാഥപുരത്ത് മത്സരിക്കുന്നത്. അത് NDA-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത്, രാമനാഥപുരത്ത് നിന്ന് ഒ പനീർശെൽവം മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം NDA-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്തായാലും ജനവിധി തേടും. അനുജ, ഒ പനീർസെൽവം മുൻ മുഖ്യമന്ത്രി NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും.